ഹലോ എവ്രിവൺ, എല്ലാവർക്കും സ്യാംസർ വെൽനസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സഞ്ജന വി ബി. നമുക്കിന്ന് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയാം. ഫ്രൂട്ട്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒരു ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതിനെ കൊണ്ടുണ്ട്. മൾട്ടിപ്പിളായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അതിനേക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കാം. ഫ്രൂട്ട്സ് ജനറലി വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ചേർന്നതാണ്. ഫൈബർ ധാരാളമുള്ളതാണ്. പക്ഷേ എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ഫ്രൂട്ട് കഴിച്ചാൽ അതിൻ്റെ മാത്രം ഗുണങ്ങൾ കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈബർ എമൗണ്ട് ഓരോ ഫ്രൂട്ടിലും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അതിലുള്ള വൈറ്റമിൻസും പല ടൈപ്പ് വൈറ്റമിൻസാണ്, പല ടൈപ്പ് മിനറൽസാണ് ഓരോ ഫ്രൂട്ടിലും ഉള്ളത്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസിന് ഓരോ ഫ്രൂട്ടിനും വ്യത്യസ്തമാണ്. പല ടൈപ്പ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഫ്ലാവനോയിഡ്സ്, അതുപോലെ പോളിഫിനോൾ ഒരു ടൈപ്പാണ് ഫ്ലാവനോയിഡ്സ്. പിന്നെ അത് കൂടാതെ ക്വെർസെറ്റിൻ, ഹെസ്പെറിഡിൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് പോളിഫിനോൾസ് ഉണ്ട്. എല്ലാ പോളിഫിനോൾസും നമ്മുടെ ഒരു ഫ്രൂട്ട് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ്, ഒന്നിലധികം ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പോഷകം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ ജനറലി ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സിലും വ്യത്യസ്തമായ എമൗണ്ടിൽ ഫൈബർ ഉണ്ട്. എന്നാലും ജനറലി ഫൈബർ ധാരാളമായിട്ട് ഫ്രൂട്ട്സിലുണ്ട്. ഫ്രൂട്ട്സ് കഴിച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ ഡയബറ്റീസ് കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഫൈബർ കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സിലാണ് ധാരാളമായിട്ട് ഫൈബർ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പേരയ്ക്ക, അതുപോലെ ആപ്പിൾ, പിന്നെ കിവി ഫ്രൂട്ട്സ്, പോമഗ്രാനറ്റ്, അതിനെല്ലാത്തിലും ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് ഫൈബർ ആവശ്യമില്ല, പക്ഷെ മിതമായ തോതിൽ ഫൈബർ ആവശ്യമാണ് താനും. കാരണം ഗട്ട് മോട്ടിലിറ്റി, നമ്മുടെ ബവലിൻ്റെ മൂവ്മെൻറ്റിന് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹാർട്ട് ഹെൽത്തിനും ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയബറ്റീസ് വരാതിരിക്കുവാനും ഡയബറ്റീസ് ഉള്ളവർക്ക് അത് മാനേജ് ചെയ്യാനും ഒക്കെ ഫൈബർ ആവശ്യമാണ്. അപ്പം മിതമായ അളവിൽ നമുക്ക് ഫൈബർ എത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല വഴി ഈ ഒരു ഫ്രൂട്ട് ഇൻടേക്ക് തന്നെയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, പല ടൈപ്പ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. ഓരോ ഫ്രൂട്ടിൻ്റെയും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടി നോക്കുന്നത് നന്നായിരിക്കും, പ്രത്യേകിച്ചും ഡയബറ്റീസ് ഉള്ള വ്യക്തികളും. അതായത് ഓരോ ഫ്രൂട്ടിലുമുള്ള ഷുഗറിൻ്റെ എമൗണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചില ഫ്രൂട്ട്സ് അമിതമായിട്ട് കഴിച്ചാൽ, നമ്മൾ വളരെ ഹെൽത്തി ആണെന്ന് തോന്നുന്ന ഫ്രൂട്ട് പോലും കുറച്ചധികം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ പോമഗ്രാനറ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല ഫ്രൂട്ടാണ്, ഒരുവിധം എല്ലാ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെയുള്ള ഫ്രൂട്ടാണ്. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അത് പതിവിലധികം കഴിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. പക്ഷേ മിതമായിട്ട് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ടും മോഡറേറ്റ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ അതിൽ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചെയ്യാം. ഇന്ന് നമുക്ക് ജനറലി ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈബർ ഉണ്ട്, അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് പല ടൈപ്പ് ഫ്രൂട്ട്സ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസം 3-4 നേരം ഫ്രൂട്ട്സ് യൂസ് ചെയ്യുക. ഫ്രൂട്ട്സ് മാത്രമായിട്ടല്ല, നമ്മുടെ മറ്റു ഭക്ഷണങ്ങളും ഉണ്ടാവണം അതിൽ. പക്ഷേ ഒരു പോർഷൻ ഫ്രൂട്ടായിരിക്കണം. അങ്ങനെ 4 നേരത്തേക്കും കൂടി നമ്മൾ ഫ്രൂട്ട് ചൂസ് ചെയ്ത് കഴിക്കുക. ഒരേ ഫ്രൂട്ട് കഴിക്കുന്നതിന് പകരം 4 നേരം പല ഫ്രൂട്ടായിട്ട് കഴിച്ചാലും മതി. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഒരുപാട് ടൈപ്പ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇപ്പോൾ പോമഗ്രാനറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ആന്തോസയാനിൻ ഉണ്ട്, എലാജിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഒരുപാട് ഗുണങ്ങൾ ഈ ആൻറ്റി ഓക്സിഡൻസ് വ്യത്യസ്ത ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. എല്ലാറ്റിലും ഒരേ ആൻറ്റി ഓക്സിഡൻ്റ് അല്ല എന്നുള്ളതാണ് കാരണം. പിന്നെ ഇതൊക്കെ കൂടാതെ ഈ പ്രത്യേക പേരുകൾ, നമ്മളിപ്പോൾ പറയുന്ന എലാജിക് ആസിഡ്, ഹെസ്പെറിഡിൻ, ഇങ്ങനെയുള്ള പേരുകൾ കൂടാതെ എല്ലാ വൈറ്റമിൻസും നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഒരുവിധം വൈറ്റമിൻസ് ഒക്കെ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ ഇ, ഇതൊക്കെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ടാകും. അപ്പോൾ ഇവയെല്ലാം വളരെ നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുന്നത്? ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രധാന ഫംഗ്ഷൻ ഫ്രീ റാഡിക്കൽ മെക്കാനിസം തടയുക എന്നുള്ള, അതായത് ഫ്രീ റാഡിക്കൽ കാരണം ഉണ്ടാകുന്ന ഡാമേജ് ന്യൂട്രലൈസ് ചെയ്യാം. അതാണ് ഇവയുടെ പ്രധാന ജോലി. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്, മറ്റു സോഴ്സുകളിൽ നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് മിക്കവാറും ഈ ഫ്രീ റാഡിക്കൽസ്. നമ്മുടെ ബോഡിയിൽ അത്
ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും. കെമിക്കൽ ഗ്രൂപ്പ്സ് ആണ്, ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ്, അങ്ങനെ പല ടൈപ്പ് ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ മെറ്റബോളിക് പ്രോസസ്സ് അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ തോത് കൂടുമ്പോഴാണ്, അത് നോർമലായി സംഭവിക്കുന്നതാണ്, പക്ഷെ അതിൻ്റെ തോത് കൂടുമ്പോഴാണ് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഓരോ കോശത്തിനും ഉണ്ടാവുന്നത്. അത് നമ്മളുടെ ഓരോ അവയവത്തിനും ദോഷം ചെയ്യും, സ്കിന്നിന് ദോഷം ചെയ്യും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം പ്രിമച്വർ ഏജിങ് വരാം, അതുപോലെ തന്നെ ഓർഗൻസിനും അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇതിനെ തടയുവാൻ ഫ്രൂട്ട്സിന് കഴിയും. അതാണ് ഫ്രൂട്ട്സിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ അഥവാ അതിൻ്റെ ജോലി. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഞാൻ ജനറലി കുറച്ച് ആൻറ്റി ഓക്സിഡൻസിൻ്റെ പേര് പറഞ്ഞുതരാം. ഇപ്പം പൊമഗ്രാനറ്റിൽ എലാജിക് ആസിഡ് ഉണ്ട്. നമ്മുടെ സിട്രസ് വിഭാഗത്തിൽപ്പെട്ട ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, നാരങ്ങ, ലെമൺ, ലൈം, ഇതിലൊക്കെ എന്തുണ്ട്, ഹെസ്പെറിഡിൻ ഉണ്ട്. അതുപോലെ ക്വെർസെറ്റിൻ എന്ന് പറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ സി കൂടാതെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ഹാർട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്തുവാൻ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഹെസ്പെറിഡിൻ ഓറഞ്ചിലുണ്ട്, പിന്നെ ക്വെർസെറ്റിൻ ഉണ്ട്. സിട്രസ് ഫ്രൂട്ടിൽ ജനറലി ഉള്ളൊരു വസ്തുവാണ് ക്വെർസെറ്റിൻ. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ ഒരു ഫ്ലാവനോയിഡ് കാറ്റഗറിയിൽപ്പെട്ട ആൻറ്റി ഓക്സിഡൻസിനും. അപ്പോൾ അതുകൂടാതെ മറ്റ് ആന്തോസയാനിൻ വിഭാഗത്തിൽപ്പെട്ട ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കളർ റെഡ് കളർ, അതുപോലെ തന്നെ ബ്ലൂ കളർ, ഇതൊക്കെ കൊടുക്കുന്നത് ഈ ആന്തോസയാനിൻ. നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആന്തോസയാനിൻ. അപ്പോൾ നമ്മൾ ബ്ലൂബെറീസിൽ ആന്തോസയാനിൻ ഉണ്ട്, അതുപോലെ പൊമഗ്രാനറ്റിലുണ്ട്. ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് തരും. കൂടാതെ അതിൽ ഓരോ ആൻറ്റി ഓക്സിഡൻറ്റിനും ഓരോ പ്രത്യേക ഫങ്ഷൻ കൂടെ ഉണ്ട്. ആ പ്രത്യേക ഗുണം കൂടെ നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ചൂസ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. അതാണ് ഇതിൽ പ്രത്യേകമായിട്ട് ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പൊമഗ്രാനറ്റ് കഴിക്കുകയാണെങ്കിൽ എലാജിക് ആസിഡ് ഉണ്ട്. എലാജിക് ആസിഡിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഫ്രീ റാഡിക്കൽ ഡാമേജ് തടയുക എന്ന ഒരു പ്രോപ്പർട്ടി കൂടാതെ തന്നെ സ്കിൻ ഹെൽത്തിന് വളരെ സഹായിക്കും, കൊളാജൻ പ്രൊഡക്ഷന് സഹായിക്കും. അങ്ങനെയുള്ള ഗുണങ്ങൾ കൂടെ പല ആൻറ്റി ഓക്സിഡൻസിനും ഉണ്ട്. വൈറ്റമിൻ ഇ കാറ്റഗറിയിൽപ്പെട്ട ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് സ്കിൻ ഹെൽത്തിന് സഹായിക്കുന്നത്. അതുപോലെ വൈറ്റമിൻ സിയും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ വൈറ്റമിൻ സി ഒരുവിധം എല്ലാ സിട്രസ് ഫ്രൂട്ടിലും ഉണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൻ്റെ പ്രധാന ആവശ്യകത സ്കിൻ ഹെൽത്തിനും അതുപോലെ നമ്മുടെ ഓർഗൻസിൻ്റെ ഹെൽത്തിനും വേണ്ടിയിട്ടാണ്. ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ റോൾ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും ആൻറ്റി ഓക്സിഡൻസ് കൂടാതെ ഇപ്പം ഗ്രേപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രേപ്സും അതുപോലെ തന്നെ റേസിൻസ്, ഉണക്കമുന്തിരി, ഇവയിലെല്ലാം റെസ്വെറാട്രോൾ ഉണ്ട്. റെസ്വെറാട്രോൾ എന്നതൊരു ആൻറ്റി ഓക്സിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കുവാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ ഫ്രൂട്ട് കഴിക്കുമ്പോഴും അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു എന്ന്. അപ്പം അതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറയുന്നു. പിന്നെ ഇതിൻ്റെ അടുത്ത പ്രോപ്പർട്ടി ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ തടയുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഫ്രൂട്ട്സിലുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ പല ഇൻഫ്ലമേഷൻസും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാം. അണുക്കൾ കയറിയിട്ട്, അതായത് ഇൻഫെക്ഷൻ കാരണം ഇൻഫ്ലമേഷൻ വരാം. പിന്നെ നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം. ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്യാൻസേഴ്സ്, ഇവയിലെല്ലാം ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവരിൽ ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് നിലനിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മിതമായ അളവിൽ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പല അസുഖങ്ങളുടെയും പെത്തോജനസിസിൽ ഇൻഫ്ലമേഷൻ ആണ് മെയിൻലി നടക്കുന്നത്, ക്രോണിക് ഡിസീസസിലെല്ലാം. അപ്പോൾ അത് തടയുവാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചാൽ നമുക്ക് സാധിക്കും. ചില കണ്ടീഷൻ നമുക്ക് മെഡിസിൻസ് തീർച്ചയായും വേണ്ടി വരും, പക്ഷേ ഇവയ്ക്കും അതിൻ്റെതായ ന്യൂട്രീഷനും അതിൻ്റെതായ റോളുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. അത് രണ്ടിനും കാരണം ഒന്ന് ഫൈബറാണ്, മറ്റൊന്ന് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസിന് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ ഒമേഗ ഫാറ്റി ആസിഡ്സ് അത് ഫ്രൂട്ട്സിലില്ല, നട്ട്സിലാണുള്ളത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഫ്രൂട്ടിനുള്ളത്, അതിന് വളരെ അധികം ആളുകളിൽ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു
കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മൾ ജനറലി വളരെയധികം ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥ, അത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടായാലും സംഭവിക്കാം, കൊളാജൻ ഡീഗ്രഡേഷൻ വന്നാലും ഉണ്ടാവാം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവും. കാരണം അതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഒരു കാരണമാണ്. മറ്റൊന്ന് അതിലുള്ള മിനറൽസും വൈറ്റമിൻസും. ഓരോ വൈറ്റമിനും ആൻറ്റി ഓക്സിഡൻറ്റിന് ഇക്വലൻ്റ് ആണ്. മിക്ക ഫ്രൂട്ട്സിലും വൈറ്റമിൻ എയും സിയും എല്ലാം ഉള്ളത് കൊണ്ട്, അതുപോലെ ഫോളേറ്റ്സ് ഉണ്ട്. ഇവയെല്ലാം സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, ഇവ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും മിനറൽസിൻ്റെയോ വൈറ്റമിൻസിൻ്റെയും കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതൊന്ന് മാറ്റിത്തരുവാനും പെട്ടെന്ന് ഫ്രൂട്ട്സിന് സാധിക്കും. ഒരു 5 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മെച്ചം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സ്കിൻ ഹെൽത്തിന് ഫ്രൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ലോസിന് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഫൈബർ തന്നെയാണ്. ഫൈബർ നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അത് ഈസി സാഷൈറ്റി നമുക്ക് തരും. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ വിശക്കില്ല. അതായത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പം വേറെ വല്ല കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കഴിക്കാൻ തോന്നില്ല. ഇത് കഴിക്കുന്നൊരു വളരെ ഫുള്ളായ ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഫൈബറുള്ള വസ്തുക്കൾ കഴിച്ചാൽ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ അത് ഫ്രൂട്ട്സ് തന്നെ കഴിക്കണമെന്നില്ല. നമ്മളിപ്പോൾ ബദാം കഴിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ കൂടുതൽ ഫുഡ് നമ്മൾ കഴിക്കില്ല. ഫുഡ് ഇൻടേക്ക് കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെയാണ് ഫൈബർ ഒരു തരത്തിൽ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റത് ഫാറ്റ് ഡീഗ്രഡേഷൻ തന്നെയാണ്. ഇപ്പോൾ LDL കുറയ്ക്കുന്നുണ്ടല്ലോ ഫൈബർ. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങളും ഫൈബർ കൊണ്ടുണ്ട്, വെയിറ്റ് ലോസിന് സഹായിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും വെയിറ്റ് ലോസ് ഡയറ്റിൻ്റെ ഒരു ഭാഗമാണ് ഫ്രൂട്ട്സ്. അപ്പോൾ അവിടെയും നമ്മൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് ചൂസ് ചെയ്യുന്നത് തന്നെയാണ് വളരെ നല്ലത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ജനറലി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. അതിനുള്ള കാരണം അതിലുള്ള വൈറ്റമിൻസും മിനറൽസും തന്നെയാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻസും. ചില ആൻറ്റി ഓക്സിഡൻസിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിട്രസ് ഫ്രൂട്ട്സിലെ ക്വെർസെറ്റിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ കൂടാതെ വൈറ്റമിൻ സി ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഏജൻറ്റും കൂടെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ തടയുവാൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിലനിർത്തുവാൻ ഫ്രൂട്ട്സിന് സാധിക്കും. വെജിറ്റബിൾസിനും ഈക്വൽ റോളുണ്ട്. അവയിലും ഈ ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, ഹെയർ ഗ്രോത്തും സ്കിന്നിൻ്റെ പോലെ തന്നെ അത് നമ്മുടെ ഹെയറിൽ ആവശ്യമുള്ള വൈറ്റമിൻസ് ഒക്കെ അതിൻ്റെ അകത്തുണ്ട്. ഫോളേറ്റ്സ്, ബയോട്ടിൻ, അതുപോലെ വൈറ്റമിൻ ബി ഗ്രൂപ്പ് വൈറ്റമിൻസ്, സി വൈറ്റമിൻസ്, എ വൈറ്റമിൻ, ഇതെല്ലാം അതിലുള്ളത് കൊണ്ടാണ് ഹെയറിൻ്റെ ഗ്രോത്തിനും ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. പക്ഷേ ഫ്രൂട്ട്സ് മാത്രം പോരാ, മറ്റ് ഘടകങ്ങൾ കൂടെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒമേഗ ഫാറ്റി ആസിഡ് ഫിഷിലും നട്ട്സിലും സീഡ്സിലൊക്കെയാണ് ധാരാളമായിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഡയറ്റ് അല്ല. കാരണം നമ്മുടെ ബോഡിക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഹോർമോൺസും എൻസൈംസും നമ്മുടെ കോശങ്ങളുടെ സെൽ ഡിവിഷനൊക്കെ നടന്നിട്ട് നമുക്ക് ഡെയിലി ഉള്ള ഒരു ഫങ്ഷനിങ് നടക്കണമെങ്കിൽ തന്നെ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് മീൻ, മുട്ട, മാംസം, അതുപോലെ തന്നെ ധാന്യങ്ങൾ, അതായത് പയറുവർഗ്ഗങ്ങളിലൊക്കെയാണ്. ഫ്രൂട്ട്സിൽ പ്രോട്ടീൻ താരതമ്യേന കുറവാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒറ്റയ്ക്ക് ഒരിക്കലും ഡയറ്റിൻ്റെ ഭാഗമാക്കരുത്. ചിലർ ഡയറ്റിംഗ്, അതായത് സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം 4 നേരം കഴിക്കുക എന്നുള്ള അങ്ങനെ ഒരു പല സ്റ്റുഡൻസും അങ്ങനെ അനുവർത്തിച്ച് പോരുന്നത് കാണാറുണ്ട്. അത് ദോഷം ചെയ്യും. കാരണം പ്രോട്ടീൻ ഡീഗ്രഡേഷൻ സംഭവിക്കും ബോഡിയിൽ. നമ്മൾക്ക് ശരീരത്തിൽ ഫങ്ഷൻസ് നടക്കണമെങ്കിൽ, എനർജി കിട്ടണമെങ്കിൽ കാർബും വേണം, പ്രോട്ടീനും വേണം, ഫാറ്റും വേണം. അപ്പോൾ നമ്മുടെ ബോഡിയുടെ ഫങ്ഷൻസ് പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞൊക്കെയാണെങ്കിൽ ലൈപ്പിഡ്സിൻ്റെ ഡീഗ്രഡേഷൻ സംഭവിക്കും. അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കും, ബോഡിയെ പല തരത്തിൽ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഒരിക്കലും ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ടുള്ള ഡയറ്റിംഗ് നിന്നും, വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം, അങ്ങനെ പോവരുത്. അതായത് വെയിറ്റ് ലോസിന് വേണ്ടി ഫ്രൂട്ട്സ് മാത്രം എടുത്തിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. അതിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്ലസ് അതിൽ ഒരു മിക്സഡ് ഫ്രൂട്ട്സ് ഒരു നേരം എന്ന നിലയ്ക്ക് അങ്ങനെ ആഡ് ചെയ്താൽ മാത്രമേ അതിനെക്കൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. 4 നേരം ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് ഒരിക്കലും വെയിറ്റ് ലോസിന് ശ്രമിക്കരുത്. ഓക്കെ,
അപ്പോൾ ഇതിൽ ഫ്രൂട്ട്സിൽ ഓരോ ഫ്രൂട്ടിലും ഒരുപാട് വൈറ്റമിൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ എ നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ ഗട്ട് ഹെൽത്തിനും നമ്മുടെ ഐ ഹെൽത്തിനും വിഷൻ നമ്മുടെ കാഴ്ച ശക്തിക്കും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുവിധം എല്ലാ ഫ്രൂട്ടിലും വൈറ്റമിൻ എ ഉണ്ട്. പ്രത്യേകിച്ചും മാംഗോസ്, അങ്ങനെ ജാക്ക് ഫ്രൂട്ട്, അങ്ങനെ ഉള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ എ ധാരാളമായിട്ടുണ്ട്, കോമൺ ആയിട്ട് കിട്ടും. പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി ഒക്കെ ഓറഞ്ച്, സിട്രസ് ഫ്രൂട്ട്സിലൊക്കെ ധാരാളമായിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ എ കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ആണ്. ബി മിക്ക ഫ്രൂട്ട്സിലും B1 B2 B6 ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ മെറ്റബോളിസത്തിൻ്റെയും എനർജി മെറ്റബോളിസത്തിൻ്റെയും അതുപോലെ ബ്രെയിൻ ഹെൽത്തിൻ്റെയും ഗട്ട് ഹെൽത്തിൻ്റെയും ഫംഗ്ഷന് സഹായിക്കുന്ന വൈറ്റമിൻസ് ആണ് ബി ഗ്രൂപ്പ് വൈറ്റമിൻസ്. ഹാർട്ട് ഹെൽത്തിനും വളരെ അധികം റോളുണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒരുവിധ ഫ്രൂട്ട്സിലുണ്ട്. പക്ഷെ അതൊരു കുറഞ്ഞ എമൗണ്ടിലാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പം ലഭ്യമാകും. പിന്നെ അടുത്തത് വൈറ്റമിൻ സി ആണ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിൽ വൈറ്റമിൻ സിയുടെ റോൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ വൈറ്റമിൻ സി ഉള്ള ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് ആണ് മെയിൻലി. പിന്നെ നെല്ലിക്ക, അത് ഒരു ബെറിയാണ്. അപ്പോൾ ഗൂസ്ബെറി, അപ്പോൾ അത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ബെറിയാണ് ഗൂസ്ബെറി അഥവാ ഇന്ത്യൻ ഗൂസ്ബെറി, നെല്ലിക്ക. പിന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ട് പോമഗ്രാനറ്റിലും അതുപോലെ തന്നെ ഓറഞ്ചിലും സിട്രസ് ഫ്രൂട്ട്സിലും ഗ്രേപ്സിലും ഒക്കെ ഉണ്ട്. പേരക്കയിലുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സിയും ഉണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഫങ്ഷനുള്ള വൈറ്റമിൻസ് അഥവാ ന്യൂട്രിയൻസ് ആണ്. ഓക്കെ. പിന്നെ വൈറ്റമിൻ ഇ അവോക്കാഡോയിലുണ്ട്. അതുപോലെ ഒരു വിധ ഫ്രൂട്ട്സിലൊക്കെ കുറഞ്ഞ എമൗണ്ടിൽ, നന്നായിട്ടുള്ളത് അവോക്കാഡോയിലാണുള്ളത്. പിന്നെ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിൻ ഹെൽത്തിന് സഹായിക്കുന്നു, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വൈറ്റമിൻ ഇ കൊണ്ടുണ്ട്. പിന്നെ ജനറലി ഉള്ള മിനറൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം ഇവയൊക്കെ ബോൺ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനൊക്കെ സഹായിക്കുന്ന മിനറൽസ് ആണ്. പിന്നെ സെലിനിയം, സിങ്ക് ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സിനനുസരിച്ച് വാരി ചെയ്യും. എല്ലാ ഫ്രൂട്ട്സിലും ഇത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് മിനറൽസ് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കഴിക്കുമ്പം നമുക്ക് കിട്ടും. ബോൺ ഹെൽത്തിനും ഹാർട്ട് ഹെൽത്തിനും ബ്രെയിൻ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മിനറൽസ് ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞു. ഹെസ്പെറിഡിൻ എന്നൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഓറഞ്ചിലുണ്ട്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹെസ്പെറിഡിൻ കിട്ടും, ക്വെർസെറ്റിൻ കിട്ടും, കൂടാതെ വൈറ്റമിൻ സിയും കിട്ടും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ തടയാൻ പറ്റും. പിന്നെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബാക്കി ഗുണങ്ങളെല്ലാം അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കൊണ്ടും മിനറൽ കണ്ടൻറ്റ് കൊണ്ടും ഉള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മൾട്ടിപ്പിളായിട്ട് ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സ്, പല പല കളേഴ്സിലുള്ള ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, മിതമായ അളവിൽ ഉൾപ്പെടുത്തുക. എങ്കിൽ പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും തടയാൻ കൂടെ സാധിക്കും. അതാണ് നമ്മൾ ഊന്നി പറയേണ്ടത്. നമ്മുടെ സ്കിൻ ഹെൽത്തിനേക്കാളും ബ്യൂട്ടിയേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് തടയാനുള്ള ഫ്രൂട്ട്സിൻ്റെ കഴിവാണ്. പക്ഷേ മോഡറേറ്റ് എമൗണ്ട് ആണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുന്നതിലല്ല കാര്യം. പല വെറൈറ്റി ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് തടയാൻ സാധിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് SIHMSR വെൽനസ്.